തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വിശുദ്ധ 50 നോയമ്പിന്റെ 3-ാമത്തെ ആഴ്ചയിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. വളരെയധികം കലുഷിതമായ ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നു, ഉപവാസത്താലെയും പ്രാർത്ഥനയാലെയും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17:21 പ്രാർത്ഥനയും നോമ്പും പരസ്പര പൂരകങ്ങളാണ്. ചില വർജനങ്ങൾ ഇല്ലാതെയുള്ള പ്രാർത്ഥനയാകയില്ല. പ്രാർത്ഥന 2 വിധത്തിലുണ്ട്: പരസ്യ ആരാധനയും രഹസ്യ പ്രാർത്ഥനയും. പ്രാർത്ഥനയും ആരാധനയും 2ആണ്. ഇവ രണ്ടും ഒരുപോലെ സമ്മേളിക്കുമ്പോൾ മാത്രമേ പ്രാർത്ഥനാ ജീവിതം പൂർണ്ണമാകുകയുള്ളൂ. ആരാധനയുടെ പ്രാധാന്യം നഷ്ടപ്പെടുത്തുകയും പ്രാർത്ഥനയ്ക്ക് അധികം പ്രാധാന്യം നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കഴിയുന്നത്. വിശുദ്ധ കുർബാന ഓർത്തഡോക്സ് ആരാധനയുടെ മകുടമാണ്. ഇത് ഒരു സ്വർഗീയ ആരാധനയാണ്. ആരാധന ഭൂമിയിൽ ആരംഭിച്ച് ഒരു ഭാഗത്തെത്തുമ്പോൾ പട്ടക്കാരൻ ആഹ്വാനം ചെയ്യുന്നത് ഈ നാഴികയിൽ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരത്തിലേക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കണമെന്നാണ്. വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും പാട്ടുകളോട് ചേർന്ന് പരിശുദ്ധൻ 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 എന്ന് വാഴ്ത്തി സ്തുതിക്കുകയാണ് നാം ചെയ്യുന്നത്. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുന്ന ഈ ആരാധന അനേക വിശ്വാസികൾക്കും ആത്മസംതൃപ്തി നൽകുന്നില്ല എന്നതാണ് സത്യം. വെറും കാണികളെ പോലെ കണ്ടു മടങ്ങിപ്പോകുന്ന അനുഭവമാണ് പലരിലും. കർത്താവിന്റെ ജനനം മുതൽ തന്റെ 2ാമത്തെ വരവ് വരെയുള്ള ചരിത്ര സംഭവങ്ങളോട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ പങ്കപ്പാടുകൾ അവിടുന്ന് ഏറ്റത് എന്നുള്ള ഹൃദയ നുറുക്കത്തോടെ ആരാധനയിൽ സംബന്ധിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:5 മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്നു. 1. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ മറ്റുള്ളവരെ കാണിക്കുവാൻ പ്രാർത്ഥിക്കരുത്. 2. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. വിജാതിയർ അർത്ഥമറിയാതെ മന്ത്രോച്ചാരണം ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഉപവാസത്തെ പറ്റി പറയുന്നത് നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. യെശയ്യാവിന്റെ പുസ്തകം 1:15 നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണു മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് വായിക്കുന്നു. നാം പാപത്തെ വിട്ടുപേക്ഷിക്കാത്ത പ്രാർത്ഥന ദൈവം കേൾക്കയില്ല എന്ന് ഇവിടെ അസന്നിഗ്ധമായി ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവർക്ക് മാനസാന്തരം അന്വേഷണീയമാണ്. പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയുമുള്ള ദൈവ സംസർഗം നമ്മിൽ രൂപാന്തരം സൃഷ്ടിക്കേണ്ടതാണ്. 1 പത്രോസ് 3:12 പറയുന്നത്, കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു, എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു എന്നാണ്. ഏകാന്തതയിൽ ദൈവം മുമ്പാകെ ഹൃദയം പകരുന്നതായിരിക്കണം പ്രാർത്ഥന. 34-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് വായിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് മുറിയുടെ വാതിലുകൾ മാത്രമല്ല, ഹൃദയത്തിന്റെ കവാടവും കൊട്ടിയടച്ചേ മതിയാകും. ലോക ചിന്തകളിൽ നിന്ന് വേർപാട് ആചരിക്കണം. 1 ശമൂവേൽ 1:15 ശമൂവേൽ പ്രവാചകന്റെ അമ്മ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയം പകരുന്നതായിരിക്കണം പ്രാർത്ഥന. യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ചു പ്രാർത്ഥിച്ച ക്ഷണത്തിൽ തന്നെ അവന് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെന്ന് കാണാം. താനും ദൈവവും മാത്രമായിരിക്കുന്ന സ്വർഗീയ അനുഭവമായി ഈ നോമ്പിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.